ഐഡന്റിറ്റി, ആ പേര് കേൾക്കുമ്പോൾ തന്നെ 2003 പുറത്തിറങ്ങിയ ജെയിംസ് മാൻഗോൾഡിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രമായ ഐഡന്റിറ്റിനെയാണ് ഓർമ്മ വരുന്നത്. എന്നാൽ ആ സിനിമയല്ല ഇത് മലയാളത്തിൽ പുറത്തിറങ്ങുന്ന ഐഡന്റിറ്റിയാണ്. ടൊവിനോ തോമസ്, അതുപോലെ തന്നെ തൃഷ, വിനയ് റായ്, മഡോണ സെബാസ്റ്റ്യൻ, അങ്ങനെ തുടങ്ങി അജു വർഗീസ് ഒക്കെ തുടങ്ങി അങ്ങനെ ഒരു വലിയ താരനിര അണിനിരക്കുന്ന കുറച്ച് നാളുകളായി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ. വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ്. സെവൻത്ത് ഡേയ്ക്കും അതുപോലെ തന്നെ ഫോറൻസിക്കിനും ശേഷം വരുന്ന ഒരു സിനിമ, ആ ഒരു ടീമിൻ്റെ സൈഡിൽ നിന്ന് വരുന്നൊരു സിനിമ കൂടിയാണിത്. അപ്പോൾ എന്തായാലും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ടൈമിൽ അപ്രതീക്ഷിതമായ ഒരു ടീസറാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും ടീസർ കണ്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു ഇമ്പ്രഷൻ തോന്നി. ഞാൻ എന്താണ് അങ്ങനെ ഒരു വല്ലാത്തൊരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ, പക്ക ഒരു ഹോളിവുഡിൻ്റെ ഫ്രെയിമും കളറിങ്ങും അതിൻ്റെ ഒരു സാച്ചുറേഷനും അതിൻ്റെ ഒരു ഷാർപ്പൻസും എല്ലാം എനിക്ക് കാണാൻ സാധിച്ചു. ഫ്രെയിം ബൈ ഫ്രെയിം ഗംഭീരം, ഷോട്ട് ബൈ ഷോട്ട് ഗംഭീരം, കട്ട് ബൈ കട്ട് മ്യൂസിക് ജെയ്ക്സ് ബിജോയ്, കട്ട്സ് വന്നിരിക്കുന്നത് ചമൻ ചാക്കോൻ്റെ എഡിറ്റ്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എത്തരത്തിലായിരിക്കും എഡിറ്റ്സ് വരാൻ പോകുന്നതെന്ന്. മലയാള സിനിമ ഇപ്പോൾ പുള്ളി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സകല സിനിമയിലും പുള്ളിയുടെ കയ്യൊപ്പുണ്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല. പുള്ളിയുടെ ഫാനായി മാറി. തൃഷ മലയാളത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ത്രില്ലർ മോഡിലുള്ള, ഒരു സസ്പെൻസ് മോഡിലുള്ള ഒരു ഗംഭീര ചിത്രമായിരിക്കും എന്ന് ഇതിൻ്റെ ഓരോ ട്രെയിലർ കട്ട്സിലും ഓരോ ഫ്രെയിംസിലും നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സൂപ്പറായിട്ട് തോന്നി, എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടെനറ്റ്, നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ ടെനറ്റ് പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, അത് കണ്ടു. എന്നാലും സംഗതി സൂപ്പറായിട്ടുണ്ട്. അത് ക്രിസ്റ്റഫർ നോളൻ്റെ ഐഡിയ ആയിരുന്നെങ്കിൽ കൂടി അങ്ങനൊരു വിഷ്വൽ ഷൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് തരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആ ഒരു സാധനത്തിനെ കോപ്പി അടിച്ചെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് ആ ഒരു പുള്ളിക്ക് തോന്നിയ തോട്ട് പുള്ളി എടുത്തു, ഒരു പടം മൊത്തം എടുത്തു. എന്നാൽ അതിൻ്റെ ഒരു ഷോട്ടിനെ ഈ പടത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യണം, അതിനെ റിവേഴ്സിൽ ഷൂട്ട് ചെയ്യണം, കുറേ പണിയുള്ള കേസിട്ടാണ്. അത് സൂപ്പർ. അഖിൽ ജോർജാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ വിഷ്വൽസും ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. വല്ലാത്തൊരു ഫീല് നൽകുന്നുണ്ട് ഓരോ ഷോട്ട് ബൈ ഷോട്ടിലും. സൂപ്പർ. അഖിൽ പോൾ ആൻഡ് അനസ് ഖാനാണ് ഇതിൻ്റെ രചന ആൻഡ് ഡയറക്ഷനും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇരട്ട സംവിധായകരാണ്. വളരെ നാളുകൾക്ക് ശേഷം മലയാള സിനിമയിൽ വരുന്ന മറ്റൊരു ഇരട്ട സംവിധായകരാണ്. എന്തായാലും അവരുടെ സിനിമ ഗംഭീരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഗംഭീരം തന്നെയായിരുന്നു. എക്സ്പെക്റ്റേഷനും ഹൈ ആക്കി തന്നെ തന്നിട്ടുണ്ട്. മലയാള സിനിമ ഓരോ ദിവസം കൂടുന്തോറും ഒരു പടി മുകളിലേക്ക് തന്നെയാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സൂപ്പർ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നൽകുന്നൊരു സിനിമ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഞാൻ ഈ ടീസർ കണ്ട് തന്നെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ബെറ്റാണ്, ശരിക്കും പറഞ്ഞാൽ ബെറ്റാണ്. സൂപ്പർ മൂവി ആയിരിക്കും. അതിൻ്റെ റേഷ്യോ കാണുമ്പോൾ തന്നെ അറിയാം, ചെറിയൊരു റേഷ്യോയിൽ വ്യത്യാസമുണ്ട്. അത് ഫ്രെയിമിലേക്ക് വരുമ്പോൾ, സ്ക്രീനിലേക്ക് വരുമ്പോൾ മറ്റൊരു ഫീല് നൽകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഐഡന്റിറ്റിയുടെ ടീസർ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ പീസ് ഔട്ട്.